ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ എങ്ങനെയാണത്? ഫലഹാ അർബഅതു ശുറൂത്ത്, 4 നിബന്ധനകളാണ് അവർക്കുള്ളത്. മുകളിൽ പറഞ്ഞ 3 കാര്യവും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഏറ്റെടുത്തെങ്കിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ 3 കാര്യം ഇനി പറയാൻ പോകുന്നത് അല്ലാഹു മാപ്പാക്കി തരും. പക്ഷെ സൃഷ്ടികളെ മാപ്പാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അല്ലാഹു തൗബ സ്വീകരിക്കണോ? അല്ലാഹു തൗബ സ്വീകരിക്കണോ? ശ്രദ്ധിക്കുക. വൈൻ കാനത്തുൽ മഅസിയ تتعلق بآدمي فلها 4 شروط. എന്താത്? വഅയ്യബ്റഅഹു അനിൽ ഹഖ്. ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കണം. വൈൻ കാനത് മാലാ റദ്ദഹു ഇലൈഹി. ആരോടെങ്കിലും പണം ഇടപാട് നടത്തിയിട്ടുണ്ടോ? കടം കൊടുത്തിട്ടുണ്ടോ? ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ? ആ ഇടപാടുകൾ ഒന്നുകിൽ കൊടുത്ത് വീടണേ, ഇല്ലെങ്കിൽ വിളിച്ചു പറയണേ, ഇല്ലെങ്കിൽ എഴുതി ആരോടെങ്കിലും ഏൽപ്പിക്കണേ. ഞാൻ പശ്ചാത്തപിക്കാൻ പോവുകയാണ്, നിനക്ക് ഞാൻ 50,000 തരാനുണ്ട്, നിന്നോട് ഞാൻ കടം വാങ്ങിയവനാണ്, പക്ഷേ അതിന്റെ സമയം കഴിഞ്ഞു പോയി. പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണ്. ഞാൻ നിന്നോട് വാങ്ങിയ പണം തിരികെ തരാം സഹോദരാ, എനിക്കൽപ്പം സാവകാശം നൽകണേ. ഞാൻ ഒരു പക്ഷേ മരിച്ചു പോയാൽ നീ എന്റെ മേല് പൊരുത്തപ്പെടണേ. എന്റെ കുടുംബത്തിൽ പോയി നീ പ്രശ്നമുണ്ടാക്കല്ലേ. ഞാൻ മരിച്ചു പോയാൽ നീ മാപ്പാക്കണേ, ഇല്ലെങ്കിൽ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുകൾ പറഞ്ഞു തീർക്കണേ, അത് കൊടുത്തു വീടണേ, ഇല്ലാതെ തൗബ സ്വീകരിക്കില്ല. തൗബ സ്വീകരിക്കണമെങ്കിൽ ഇടപാടുകൾ ക്ലിയർ ആവണം. പൈസ കൊടുക്കും, പൈസ വാങ്ങും, മടക്കി കൊടുക്കൂല. കടം വാങ്ങും, മടക്കി കൊടുക്കൂല. കടകളിൽ പോയി സാധനം വാങ്ങും, ഇച്ച പൈസ തരും, മിച്ച പൈസ തരും. അടുത്ത മാസം പൈസ തരാം, 2 മാസം കഴിഞ്ഞ് പൈസ തരാം, റമദാൻ കഴിഞ്ഞ് പൈസ തരാം, പെരുന്നാളിന് പൈസ വരും തരാം. ഒരു പെരുന്നാളല്ല, 2 പെരുന്നാളല്ല, 3 പെരുന്നാളല്ല. ആ സഹോദരൻ കട പൂട്ടിയിട്ട് അവൻ ഒളിച്ചോടിപ്പോയി. ഗതിയില്ല, കടക്കാരെ കൊണ്ട് സഹിക്കവയ്യ. എത്രയെത്ര സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കസ്റ്റമർ പോകുന്നു. നമുക്കറിയാവുന്ന സുഹൃത്തുക്കളാണ്, അവരോട് പോയി ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷേ ആ സാധനം വാങ്ങുന്ന കസ്റ്റമറെ, നിങ്ങൾ ആ സഹോദരന്റെ ഇടപാട് തീർക്കാതെ നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അബൂബക്കറല്ല പറയുന്നത്. നമ്മെ നാമാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ, ചങ്കില ചോരയായ മുഹമ്മദ് മുസ്തഫ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വന്നൊരുക്കപ്പെട്ട സ്വഹാബത്തിന്റെ ഇരുനയനങ്ങളിൽ നിന്നടർന്നു വീഴുന്ന അശ്രുകണങ്ങളെ സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ തേന്മാരി കൊണ്ട് ഒപ്പിയെടുത്ത മുഹമ്മദ് മുസ്തഫ. എത്രയെത്ര നീറുന്ന ഹൃദയങ്ങളാണ്, കടത്തിന്റെ ഹൃദയങ്ങളാണ്, പാവപ്പെട്ട സ്വഹാബാക്കളാണ്, ഉടുതുണിക്ക് മുരതുണിയില്ലാത്ത സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട്, നബിയേ ഞാൻ കടക്കാരനാണ്, നബിയേ ഉടുതുണിക്ക് മറുതുണിയില്ല ഹബീബേ, അതിനുള്ള വഴി കണ്ടെത്തി തരുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അവരെ സാന്ത്വനപ്പെടുത്തി അവർക്ക് സന്തോഷ വർത്തമാനം നൽകിയ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അവരെ സമാശ്വസിപ്പിച്ചുവെങ്കിൽ, അവരെ സമാധാനിപ്പിച്ചുവെങ്കിൽ ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ ദൈനുഹു. കടമിടപാടുകൾ നടത്തിയിട്ട് മരിച്ചു പോയാൽ ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല, ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല. ആകാശഭൂമികൾക്കിടയിൽ കൊളുത്തപ്പെട്ട അവസ്ഥയിലായിരിക്കും. ആ മയ്യത്തിന്റെ അവകാശികൾ, ആ മയ്യത്തിന്റെ പുത്രന്മാർ, ആ മയ്യത്തിന്റെ കുടുംബക്കാർ ആ സഹോദരന്റെ മയ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപാടുകൾ വീട്ടാത്ത കാലത്തോളം ആ മയ്യത്തിന് മാപ്പില്ല.
ആ മയ്യത്തിന് മാപ്പില്ല. നബിയുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, നബിയോട് ഞാൻ ചോദിച്ചു പോയി, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് സാബിറാ മുഹ്തസിബാ മുഖബിലൻ ഗൈറ മുദ്ബിർ യുഗഫിറുല്ലാഹു അന്നി ഖതായാ. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് വേണ്ടി സർവ്വസന്നാഹത്തോടെ ത്യാഗത്തോടെ ഞാൻ എന്റെ ശരീരവും എന്റെ മജ്ജയും എന്റെ മാംസവും അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിയോഗികൾ കടന്നു വന്നാലും അശ്വാരൂഢന്മാർ കടന്നു വന്നാലും അവരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ആധിക്യം കൊണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാതെ അല്ലാഹുവിന് വേണ്ടി സർവവും സമർപ്പിച്ച് വീരമൃത്യു വരിക്കാൻ ഈ അബൂ ഖത്താദ തയ്യാറായാൽ യുഗഫിറുല്ലാഹു അന്നി ഖതായാ, എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ, എന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുമോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം അബൂ ഖത്താദ, എന്റെ പാപം അല്ലാഹു മാപ്പാക്കി തരും അബൂ ഖത്താദ. ഫലമ്മാ അദ്ബറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്ന് ആ സഹാബി അൽപവാരേ മടങ്ങുമ്പോ നാദാ, ബഹുമാനപ്പെട്ട നബി തങ്ങളെ വിളിക്കുകയാണ്, യാ അബൂ ഖത്താദ, കടന്നു വരണേ അബൂ ഖത്താദ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് അബൂ ഖത്താദ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അബൂ ഖത്താദ ഇല്ലത്തീ അബൂ ഖത്താദ, നീ എത്രത്തോളം പാപം ചെയ്താലും അല്ലാഹു മാഫ് ചെയ്തു തരും. പക്ഷേ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ പടച്ചവൻ മാപ്പാക്കില്ല അബൂ ഖത്താദ. ആരോടെങ്കിലും കടമിടപാടുകൾ നടത്തിയിട്ട് പൈസ കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ ആയിരക്കണക്കിന് തൗബ ചെയ്താലും പശ്ചാത്തപിച്ചാലും യുദ്ധം ചെയ്ത് വഫാത്തായാലും ഷഹീദായാലും നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും ആ ഇടപാട് തീർക്കാത്ത കാലത്തോളം അല്ലാഹു പാപം പൊറുക്കുകയില്ല അബൂ ഖത്താദ. സ്വർഗ്ഗത്തിൽ പ്രവേശനമില്ല അബൂ ഖത്താദ. കദാലിക ഖാല ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞതാണ്, നീ എന്നോട് ചോദിച്ച സമയത്ത് ആ നിയമം ഇല്ലായിരുന്നു, നീ ചോദിച്ചതിന് ശേഷം ആ നിയമം വന്നു. കടം ഇടപാടുണ്ടെങ്കിൽ അല്ലാഹു പാപം പൊറുക്കൂല. യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദൻബിൻ ഇല്ലത്തൈൻ. ശുഹദാക്കൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും ഇടപാട് ഒഴിച്ച്. അത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കൂല. മനുഷ്യർ തമ്മിൽ പുറത്തു കൊടുത്തോളി, ഇല്ലെങ്കിൽ ചോദിച്ചോളി. ഒരുപാട് അതീതമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, 12 മണിക്ക് നിർത്തണമെന്ന് സംഘാടകർ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു സംഭവം പറയാനുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ എന്താ, ഇടപാട് തീർത്തോട്ടോ. റമദാൻ മാസ ഇല്ലെങ്കിൽ പോയി പറഞ്ഞാല് ഞാൻ ഇൻഷാ അല്ലാഹ് തരാം, ഞാൻ ഇടയ്ക്ക് മരിച്ചുപോയത് നീ ഒന്ന് മാപ്പാക്കിയേക്കണം, ഇല്ലെങ്കിൽ ഞാൻ നല്ല സ്വർഗത്തിലെത്താൻ പറ്റൂല ഒന്ന് പറഞ്ഞാൽ പോയി പറഞ്ഞോ, ഇല്ലെങ്കിൽ വലിയ വിഷമാണ്. ഒരുപാട് പേര് നിസ്കരിക്കും, വിവാദത്ത് ചെയ്യും, വാളുകളൊക്കെ കേൾക്കും. ഇടപാട് ക്ലിയർ അല്ല. എന്തിനു നിസ്കാരം, എന്തിനു നോമ്പ്, എന്തിനു ഖുർആനോത്ത്? വല്ലാഹി സത്യം, മാഫി ഫായിദ. ഒരു പ്രയോജനം. ഹദീസ് ഇനി ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ വാരി എറിഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് ചെയ്ത് ഞാൻ വാരി എറിഞ്ഞു തരാം. പക്ഷെ എന്ത് ചെയ്യാൻ സമയമില്ല. അവിടെ സൂക്ഷിച്ചോളി. അല്ലാഹു വിടൂല, സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റൂല. ഉറപ്പായ കാര്യമാണ്. ഇടപാടുകളൊക്കെ കളിയാക്കിക്കോളി. പള്ളിയിൽ നിന്നൊക്കെ ചെരുപ്പടിച്ച് മാറ്റിയെന്നൊക്കെ സൂക്ഷിച്ചോ. നല്ല ചെരുപ്പുകൾ എടുത്ത് മാറ്റിയിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, അവിടെ നിന്ന് മൊബൈൽ അടിച്ച് മാറ്റി, ചിപ്പടിച്ച് മാറ്റി, അവിടെ നിന്നൊക്കെ സാധനങ്ങൾ, പേന, പേപ്പർ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളവരൊക്കെ സൂക്ഷിച്ചോളി. ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് കൊടുത്തിട്ടുള്ളവരൊക്കെ കൊടുത്ത് വീട്ടിക്കണം. ഇതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദുൽ ഖിയാത വൽ മിഖിയത. ഒരു സൂചിയോ ഒരു നൂലോ പെണ്ണുങ്ങളെ ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കണേ. അത് മടക്കി കൊടുക്കാതെ തൗബ ചെയ്താൽ ആ തൗബ സ്വീകാര്യമല്ല.